കണ്ണൂർ എൻ്റെ ശരീരം മുഴുവൻ നല്ല വേദനയാണ്, ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കിടത്തി. പിന്നെ എന്നെ ഓപ്പറേഷൻ കയറ്റി കഴിഞ്ഞ് എന്നെ ഈ ഇഞ്ചെക്റ്റ് ചെയ്തല്ലോ, എനിക്ക് എൻ്റെ ബോധം കെടുത്തി കഴിഞ്ഞു. പിന്നെ എന്തുവാന്ന് എനിക്കറിയത്തില്ല. പിന്നെ അങ്ങനെ ഓപ്പറേഷൻ ചെയ്തു, സർജറിയൊക്കെ നടത്തി, കുടലൊക്കെ നല്ല രീതിയിൽ സർജറിയൊക്കെ നടത്തി. കുടലിടേണ്ട പൊസിഷനിൽ ഇട്ടില്ല, കിട്ടുമെന്നുള്ളൊരു ധാരണയിലല്ല അന്ന് ഡോക്ടർമാരത് ചെയ്തത്. അന്നുണ്ടായിരുന്നത് ഒന്ന് ആനന്ദൻ തമ്പി എന്നും പറഞ്ഞൊരു ഡോക്ടറും KY റോയി എന്നും പറഞ്ഞൊരു ഡോക്ടർ, NK വിജയൻ എന്ന് പറഞ്ഞ് ആ 3 ഡോക്ടർമാരും കൂടിയാണ് എൻ്റെ സർജറിയൊക്കെ നടത്തി. ഞാൻ അവർക്ക് തന്നെ അതിശയമായിപ്പോയി, ഞാൻ രക്ഷപ്പെടത്തില്ലെന്നുള്ള ധാരണയിൽ പോലീസിൽ, അവിടെ പോലീസുണ്ടല്ലോ, റിപ്പോർട്ട് ചെയ്തു. പിറ്റേ ദിവസം പത്രമെല്ലാം എഴുതി ഞാൻ മരിച്ചു പോയി എന്നും പറഞ്ഞു. അപ്പോൾ എല്ലാവരും എന്നെ വന്ന് കണ്ട് കോളറ പിടിപെട്ടു. അങ്ങനെ അതിൽ നിന്നും 5-ാമത്തെ ദിവസം രക്ഷപ്പെട്ട് 54 ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് ആസ്പത്രിയിലെ ജീവിതമായിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. 6 മാസം വീട്ടിലിരുന്നു. 6-ാമത്തെ മാസം വീണ്ടും ആനപ്പണിക്ക് പോയി. പിന്നെ അത് തുടർന്ന് പോകുക തന്നെ, നിർത്തിയിട്ടേയില്ല. ഭഗവാന്റെ കൃപ കൊണ്ട് അതിനുള്ള ഒരു അവസരം എനിക്ക് ഭഗവാൻ തന്നിട്ടില്ല. ഭംഗിയായ രീതിയിൽ, അതിലും ഭംഗിയായ രീതിയിൽ ജോലിയെടുക്കാനുള്ള ഭാഗ്യം എനിക്ക് തന്നു, ആരോഗ്യം തന്നു. അസ്ഥിക്കോ കുടലിനോ എല്ലിനോ അല്ല മറ്റുള്ള അവയവങ്ങൾക്കൊന്നും ഒരു കുഴപ്പം പറ്റാഞ്ഞതുകൊണ്ട് ശരീരത്ത് കുറേ മുറിവ് പാടുകളൊക്കെ ഇന്നും അന്നും കാണാമെന്ന് മാത്രം അന്നത്തെ പരിക്കിലെ. അപ്പോൾ പിന്നെ അത് പ്ലാസ്റ്റിക് സർജറിയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു ഡോക്ടർ. ഡോക്ടർ പറഞ്ഞു, വിജയന് ഇനി ഒരു വേദന അനുഭവിച്ചല്ലേ, ഇനി വേറൊരു വേദനയും കൂടെ വേണ്ട, അത് കാണാൻ ഭംഗിക്കുറവുണ്ടെങ്കിൽ അവിടെ ഇരുന്നോട്ടെ. അങ്ങനെയാണ് എന്നെ പ്ലാസ്റ്റിക് സർജറി ചെയ്യാതിരുന്നത്. അങ്ങനെ ഈ കുടലിടേണ്ട പൊസിഷനിലല്ല ഇട്ടത്. അപ്പോൾ അന്ന് പോന്നപ്പോൾ പറഞ്ഞു, പിന്നെ വല്ല ഈ സർജറിയൊക്കെ ഭംഗിയായിട്ട് നടത്തി, കുടലിടേണ്ട പൊസിഷനിലേക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷ ചെയ്തതല്ല. അതുകൊണ്ട് 2-ാമത്തെ വർഷം ആകുമ്പോഴത്തേക്ക് വിജയന് ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആനയായിട്ട് ഈ കൊറ്റംകുളങ്ങര ഭാഗത്തൊക്കെ, ആലപ്പുഴ കൊറ്റംകുളങ്ങര കേട്ടിട്ടുണ്ടോ? അറിയാം. കൊറ്റംകുളങ്ങര 2 അമ്പലമുണ്ട്, ഭഗവതിയും വിഷ്ണു. അവിടെ 18 ദിവസത്തെ പരിപാടിയാണ്, 2 അമ്പലത്തിൽ. ഒരിടത്ത് 8 ദിവസവും ഒരിടത്ത് 10. അന്ന് പറയുള്ള സമയം. അന്ന് ഞാൻ വനമോഹൻ എന്നും പറഞ്ഞ ഒരു ആനയായിരുന്നു എൻ്റെ കയ്യിൽ. IRDP മാങ്കാങ്കുഴി കിട്ടിയ ഒരു ആന, കൃഷ്ണൻകുട്ടിക്ക് കിട്ടിയതാണ്. അത് എൻ്റെ കയ്യിലായിരുന്നു അത് ആ കൊല്ലം 84-ൽ. ഇങ്ങനെ അവിടെ പോയി കഴിഞ്ഞാൽ ഈ വയറ് വിശന്ന് കഴിഞ്ഞാൽ ഈ കുടല് രണ്ടും കൂടെ ഒട്ടും, ഭയങ്കര വേദനയാണ്. വേദനയെന്ന് പറഞ്ഞാൽ നമ്മൾ തല കുത്തി നിന്നു, അതേപോലത്തെ വേദന എടുക്കും. അങ്ങനെ ഇറക്കി എഴുന്നള്ളിച്ച് അന്ന് ഈ ഡോക്ടറെ കുറിച്ച് തന്ന്, ഇന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ബെറാൾഗിനെന്നും അത് കഴിക്കാൻ 2 ബിസ്ക്കറ്റും ഒക്കെ കഴിച്ച് കഴിയുമ്പം ഈ വയറ്റ് വേദന 1 മണിക്കൂർ കഴിയുമ്പോൾ അങ്ങ് മാറും. അങ്ങനെ കൊണ്ട് നടന്ന് 2-ാമത്തെ വർഷം എന്നെ കറക്റ്റ് ഓപ്പറേഷൻ അവിടെ ആലപ്പുഴ തന്നെ കൊണ്ടുപോയി. റാവു എന്ന് പറഞ്ഞൊരു ഡോക്ടറാണ് കൊണ്ടുവന്ന് അന്ന് ഓപ്പറേഷൻ ചെയ്തു. അങ്ങനെ അവൻ 9 ദിവസമേ ആസ്പത്രി കിടന്നുള്ളൂ. ആ കുടൽ ശരിക്ക് ഇടേണ്ട പൊസിഷനിലിട്ടു. അതിൽ പിന്നെ എനിക്ക് വയറ്റ് വേദനയും മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇല്ല. നാളെ ഇനി ഉണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ എനിക്ക് എൻ്റെ ആഗ്രഹം കൊണ്ട് ആനപ്പണിയിൽ ഇതിനോട് വലിയ സ്നേഹവും താല്പര്യവും ഉള്ളത് കൊണ്ടാണ് ഈ പരിക്കുകളൊക്കെ പറ്റിയിട്ട് പോലും ഈ ആനയിൽ പണിയെടുക്കണം. ആന കരയിലെ ഏറ്റവും വലിയ ജീവിയാണ്, ഞാനൊരു ആനക്കാരനാണ്, എനിക്കിതിനെ കൈകാര്യം ചെയ്ത് കൊണ്ടു നടക്കണമെന്നുള്ള ഒരു ആത്മധൈര്യം എൻ്റെ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കാനും അങ്ങനെ അതിനെ കൊണ്ടു നടക്കാനുള്ളൊരു ധൈര്യവും, അതുപോലെ തന്നെ സമാധാനപരമായിട്ട് ജോലി എടുക്കാനുള്ള ഒരു വലിയൊരാഗ്രഹവും എൻ്റെ മനസ്സിൽ. അല്ലാതെ ഞാൻ ഒരിടത്ത് പോയൊരു വഴക്കുണ്ടാക്കാനോ അല്ലെ ആനയായിട്ട് പോയി ഞാൻ ആനക്കാരനാണ്, ഇന്ന പോലാണ്, ഇന്ന രീതിയിലാണ് എന്നുള്ള യാതൊരു ക്രെഡിബിലിറ്റി ഇല്ലാതാണ് ഞാൻ ഈ ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അത് എന്നെ എൻ്റെ ആവതുള്ളിടത്തോളം കാലം ജോലി എടുക്കണം, ആനയിൽ പണിയെടുക്കണം, സമാധാനപരമായിട്ടും വളരെ ശ്രദ്ധയോടുകൂടിയും അതേപോലെ തന്നെ വളരെ ഭംഗിയായ രീതിയിൽ ഇങ്ങോട്ടും പെരുമാറുന്ന ഒരു സ്ഥലത്ത് മാത്രമേ ഞാൻ ജോലിക്ക് നിൽക്കുകയുള്ളൂ, ജോലി ചെയ്യാൻ ആഗ്രഹിക്കത്തുള്ളൂ. മറിച്ചൊരു വാക്ക് എന്നെ ഇൻസൾട്ട് ചെയ്ത്, നമ്മുടെ ജോലിയെ സംബന്ധിച്ച് ഇൻസൾട്ട് ചെയ്ത് പറയുന്ന ഒരു സ്ഥലത്ത് ഞാൻ ജോലി ചെയ്യാനും ഒരാനെ ചോദിച്ചു പോകാനും നാളിതുവരെ എനിക്ക് ഭഗവാൻ അങ്ങനെ ഒരു അവസരം തന്നിട്ടില്ല. വിളിച്ചു തന്നിട്ടുള്ള ആനകൾ ഞാൻ ഭംഗിയായ രീതിയിൽ കൈകാര്യം ചെയ്ത് കൊണ്ടു നടക്കുക. അത് അവിടെ എന്തെങ്കിലും യാദൃശ്ചികമായിട്ട് അവരിൽ നിന്ന് എന്തെങ്കിലും എനിക്കൊരു, എൻ്റെ ജോലിയെ സംബന്ധിച്ച് എന്നെ ചോദ്യം ചെയ്യത്തക്ക തരത്തിൽ ആരെങ്കിലും കൈകാര്യം ചെയ്താൽ അത് ഉപേക്ഷിച്ച് പോരുക എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയ ദൗത്യം. ആ ദൗത്യം ഞാൻ ഇന്ന് വരെ നിറവേറ്റിയിട്ടുണ്ട്. അത് അങ്ങോട്ടും ഭഗവാൻ നിറവേറ്റി തരും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ രോമാഞ്ചം. എങ്ങനെ ചിരിച്ചിട്ട് പറയാൻ പറ്റുന്നത്? നമ്മുടെ അനുഭവങ്ങളാണ് നമ്മൾ പറയുന്നത്, അല്ലാതെ ഇത് നമ്മളൊരു കഥകളല്ല. കഥകളല്ല.
ഞാൻ ഈ ജോലിയെടുത്ത് എൻ്റെ ചെറുപ്പം മുതലേ ജോലിയെടുത്ത് ഞാൻ ഒരുപാട് ആനകളെ നമ്മുടെ ഈ നാട്ടിൽ തന്നെയാണ് നിർത്തിയിട്ടുള്ളത്. ഗുരുവായൂരപ്പൻ്റെ ആനകളെ ഇവിടെ എഴുന്നള്ളിപ്പിന് വലിയ കശവനൊക്കെ ഈ മുറ്റത്ത് നിർത്തുക. ഞാൻ എഴുന്നള്ളിപ്പിന് ഈ കൊല്ലത്തൊക്കെ വന്നാൽ ഒരു ദിവസം 2 ദിവസമൊക്കെ ഇവിടെ നിർത്തും. അത് വർഷത്തിലൊരു 6, 7 പ്രാവശ്യം ഞാനിവിടെ വരും. അങ്ങനെയൊക്കെ ഒരു വലിയ മഹാഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ഗുരുവായൂരപ്പൻ്റെ ആനകളെ ഇവിടെ കൊണ്ട് നിർത്താനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെ 30 വർഷക്കാലം ജോലി അച്ചടക്കമുള്ള ഒരു മഹാസ്ഥാപനത്തിൽ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ നിന്ന് ജോലിയെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് വളരെ ഭംഗിയായിട്ട് അവിടെ നിറവേറ്റുകയും ചെയ്തിട്ടുണ്ട്. അവിടെ യാതൊരുവിധ ഒരു ഉദ്യോഗസ്ഥനുമായിട്ടൊരു എന്തെങ്കിലും ഒരു വാക്ക് തർക്കത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു കാര്യത്തിനോ ഒന്നിനും ഞാൻ തയ്യാറാകത്തില്ല ഒരിടത്തും. ഇപ്പോൾ എഴുന്നള്ളിപ്പോന്ന് പോകുന്ന സ്ഥലത്ത് തന്നെ എന്തെങ്കിലും ഇപ്പം എഴുന്നള്ളിപ്പോകുന്ന സ്ഥലം അറിയാമല്ലോ, ഞാൻ അതെ 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 പ്രത്യേകിച്ച് പറയണ്ട. അവരുടെ ആഘോഷമാണ്, അവരുടെ ഉത്സവമാണ്. അവർ കുറച്ച് മദ്യപിച്ചിട്ടൊക്കെ വന്ന് ചിലരൊക്കെ വന്നിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അവരോട് പോലും ഞാൻ യാതൊരു തരത്തിലും അവരുടെ അടുക്കലൊരു അവർക്കൊരു നമ്മുടെ അടുക്കലൊരു വിരോധം ഉണ്ടാക്കത്തക്ക തരത്തിൽ അവരിങ്ങോട്ട് പെരുമാറിയാലും അങ്ങോട്ട് പെരുമാറത്തില്ല. കാരണം നമുക്ക് സാധിക്കത്തില്ല. നമ്മളൊരു ആനയായിട്ട് ചെല്ലുന്നതല്ലേ. നമുക്ക് നമ്മുടേതായ ഒരു രീതിയുണ്ട്, സ്വഭാവങ്ങളുണ്ട്. കൊണ്ടുപോകുന്ന മുതൽ നമുക്ക് അതൊരു നമ്മളോടൊരു ആനയാണ്. നമുക്ക് അതൊരു നമ്മളോടൊരു ആനയാണ്. മതിപ്പുണ്ട്. ഉണ്ട്. അപ്പോൾ ആ ഒരു ഉടമസ്ഥൻ്റെ ആണേലും ഒരു ക്ഷേത്രത്തിലെ ആണേലും അവർക്കാണ് അതിൻ്റെ ഞാൻ എന്തെങ്കിലും ഒരു പോരായ്മ വരുത്തിയാൽ ആനയ്ക്കും ആ സ്ഥാപനത്തിനുമാണ് അതിൻ്റെ പേരുദോഷം. അതൊരിക്കലും ഒരിടത്തും ഉണ്ടാകരുത് എന്നുള്ള ഏറ്റവും വലിയ ചിന്താഗതി ഉള്ളത് കൊണ്ടാണ് ഒരിടത്തും ആരോടും ഒരു വിദ്വേഷത്തിനും പോകത്തില്ല. ഈ ഡിഗ്നിറ്റി എന്നൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, നമ്മൾ ചെയ്യുന്ന ജോലിയോടുള്ള ഒരു മതിപ്പ്, അത് ചേട്ടനിൽ നിന്ന് കേൾക്കാൻ പറ്റി. അത് നമ്മുടെ ആത്മാർത്ഥതയാണ്. ഇത് കാട്ടിക്കിടക്കുന്ന ഒരു ജീവിയെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് നമ്മുടെ ഇഷ്ടത്തിന് നിർത്തിയിട്ട് അതിനെ നമ്മുടെ ഇഷ്ടത്തിനാണ് അതിനെ കൊണ്ട് നടക്കുന്നത്. അതിനെ കൊണ്ട് കെട്ടുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ നമ്മൾ അതിൻ്റെ അടുക്കൽ ഇല്ലാത്തത്. പൂരപ്പറമ്പുകളിൽ പോയാൽ അതിൻ്റെ അടുക്കൽ നിന്ന് ഞാൻ കെട്ടുന്ന സ്ഥലത്തൊന്നും ഞാൻ പോകാറില്ല. അതേസമയം അല്ലാത്ത സമയത്ത് കെട്ടിയിട്ട് ഇപ്പം ആനയടി അപ്പു ആനയിലായിരുന്നു ഞാൻ കുറച്ച് കാലം. ഇപ്പോഴും അതായിരുന്നു. അപ്പോൾ അതിനെ നമ്മളൊരു എഴുന്നള്ളിപ്പ് സ്ഥലത്ത് കൊണ്ടുപോയാലും ഏതൊരാനയും കൊണ്ടുപോയാലും അതിൻ്റെ അടുക്കൽ നിന്ന് ഞാൻ എങ്ങും ഒരിടത്തും പോകത്തില്ല. ഒരു കൂട്ടുകാരൻ്റെ കൂടെ കൂടി ഒരു വീട്ടിൽ പോലും എന്നെ കിടക്കാമെന്നും പറഞ്ഞ് വിളിച്ചാൽ ഞാൻ പോകാറില്ല. ഞാൻ ആനയെ വിട്ട് പോകില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആനയെ കെട്ടുന്ന സ്ഥലത്ത് പൂരപ്പറമ്പാണ്. നമ്മൾ ചെല്ലുന്നത് പൂരപ്പറമ്പിലാണ്. അത് വേറൊരു സ്ഥലത്തായിരിക്കും. അവിടെ ഏത് തരത്തിലാണ് ഒരുത്തിന് ഇതിൻ്റെ അടുക്ക നമ്മളില്ലാത്തപ്പോൾ വന്ന് കയറുന്നതെന്ന് അറിയാൻ പറ്റില്ല. ആ ആനയ്ക്കൊരു പെരുദോഷമായി. എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ യാദർശികമാണ് ഞാൻ ഈ പറയുന്നത്. അതിപ്പോൾ ചിലപ്പോൾ ചിലർക്ക് തോന്നാം, ഒരു തുള്ളി വെള്ളം അടിച്ചു കഴിഞ്ഞാൽ തോന്നും, എനിക്ക് അയാൾ ഒരു മനുഷ്യനല്ലേ, ഞാനും ഒരു മനുഷ്യനല്ലേ, എന്നാൽ പോയി ഒന്ന് കൊമ്പ് പിടിക്കാം. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വളരെ മോശപ്പെട്ട രീതിയിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ആനയ്ക്കാണ് അതിൻ്റെ പേര് ദോഷം സംഭവിക്കുക. ഇന്ന ആളെ തട്ടിയിട്ടു, ആന തട്ടിയിട്ടു, ആന കുഴപ്പക്കാരനാണ് എന്നുള്ളൊരു ഖ്യാതി പരന്നു കഴിഞ്ഞാൽ അതിനെ ഒരു പൂരസ്ഥലത്ത് കൊണ്ടുവന്നാൽ ഇപ്പം 50,000 കിട്ടേണ്ടടുത്ത് 25,000 കൊടുത്താലും വേണ്ടാന്ന് പറയും. ഒരാന പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം അല്ലേ? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ പതിഞ്ഞിരിക്കണം. ആ ആനക്കാരൻ്റെ എത്രയോ അധികം ആൾക്കാർ ഒരാനക്കാരനെ പിന്നെ മനസ്സിലോർത്ത് അയാളാണ് അതിനെ സംരക്ഷിക്കുന്നത്, അയാളുടെ ഒന്നും കുഴപ്പമുണ്ടാകത്തില്ല എന്നുള്ളൊരു മനോധൈര്യം കൊണ്ടാണ് ഇത്രയോ അധികം ജനങ്ങൾ കൂടി നിൽക്കുന്നത്. അവിടെ നമ്മൾ വളരെ ആനകളെ ബന്ധസ് ചെയ്യാൻ പറ്റുന്നിടത്ത് ബന്ധസ് ചെയ്യണം. ആനയെ ശ്രദ്ധിക്കേണ്ട സ്ഥലത്ത് പൂരപ്പറമ്പിലെ വളരെ ശ്രദ്ധിച്ചിരിക്കണം. വളരെ ശ്രദ്ധിച്ചെന്നെങ്കിൽ ഇനി വഴക്കുണ്ടേലും വഴക്കില്ലേലും ഏതൊരാനയാണെങ്കിലും വേറൊരു ആന വഴക്കുണ്ടാക്കിയാൽ മതി, ഈ ആന ചിലപ്പോൾ ഓടിപ്പോവും. ഇതിനെന്നാൽ യാതൊരു കുഴപ്പമുള്ള ഒരു ആനയായിരിക്കത്തില്ല. പക്ഷേ യാദൃശ്യമായിട്ട് അതിൻ്റെ ബഹളം കേൾക്കുമ്പോൾ ഇത് ചിലപ്പോൾ ഉണ്ടാകാം. അപ്പോൾ ഏതൊരാനയും നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം.